മരണം ഉള്ളത് ജനനത്തിനേ ഉള്ളൂ, ലൈഫിന് മരണമില്ല. അതായത് ജീവിതത്തിന്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജീവിതം തന്നെ വേസ്റ്റ് ആവും. അവോയ്ഡ് ഇൻടോക്സിക്കേഷൻ. കാരണം ബി ഫുള്ളി കോൺഷ്യസ്, നമ്മൾ ബി ഫുള്ളി അവെയർ. ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവിധായകനുണ്ട്, ക്രെയ്ഗ് ഫോസ്റ്റർ, ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട് മൈ ഒക്ടോബസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, കാടുമായി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തീയിടാണ്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. പലരും ആത്മീയ ആചാര്യന്മാരെന്ന് വിളിക്കുന്ന പലരും, നമ്മൾ കണ്ടിട്ടുള്ള പലരും മറ്റ് ആക്ടിവിറ്റീസിലേക്ക് കടക്കാറുണ്ട്. ഇപ്പോൾ മോഹൻജി ഫൗണ്ടേഷൻ തന്നെ ഒട്ടനവധി പ്രൊജക്റ്റുകളുണ്ട്. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങിൽ നിന്ന് തന്നെ അറിയാനുള്ള ആഗ്രഹമാണ് പ്രേക്ഷകർക്ക് വേണ്ടി. എന്തൊക്കെയാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ്? മോഹൻജി ഫൗണ്ടേഷൻ ഞാൻ പറഞ്ഞ പോലെ പല രാജ്യത്തുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഇപ്പോൾ ഞാനൊരു സീരീസ് ഓഫ് പ്രോഗ്രാം എംപവേർഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. അത് ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ടു രാജയോഗ പാത്താണ്. ഞാൻ ഫോളോ ചെയ്യുന്ന പാത്ത് രാജയോഗ പാത്താണ്. രാജയോഗ പാത്ത് ശരിക്കും പറഞ്ഞാൽ റെസ്ട്രിക്റ്റീവ് പാത്താണ്. അതിപ്പോൾ ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കണം എന്നാണ്. ഞാൻ തിരിച്ചാക്കി, ഞാനതിൻ്റെ ഒരു റീഡിഫൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും മാറ്റി വെക്കേണ്ട, നിങ്ങൾ ചൂസ് ചെയ്യൂ നിങ്ങൾക്ക് എന്തൊക്കെ അത്യാവശ്യമുണ്ട്, എന്തൊക്കെ ആവശ്യമില്ല എന്നുള്ളത്. അതായത് നമ്മൾ തന്നെ ഒരു സെൽഫ് ഫിൽറ്ററിങ്ങേ വേണ്ടൂ. ഞാനൊന്നും പറയണില്ല, ഞാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവോയ്ഡ് വയലൻസ്. അതായത് മനസ്സിൽ ഉള്ള ഇതൊക്കെ നമ്മൾ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തിയിൽ 3 ലെവലിൽ നമുക്ക് വയലൻസ് വരുന്നുണ്ട്. വയലൻസ് എന്ന് വെച്ചാൽ പല കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അത് അവോയ്ഡ് ചെയ്യുക. ഒന്ന് അതായത് മൈൻഡിൽ തന്നെ ഫസ്റ്റ് ലെവൽ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ തോട്ടാണ്. ചിന്ത വന്നിട്ട് പിന്നെയാണ് നമുക്ക് എക്സ്പ്രഷൻ വരുന്നത്. എക്സ്പ്രഷൻ കഴിഞ്ഞ് പിന്നെ ആക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ കുറേ ചിന്തകളുണ്ട്, കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്, അതിലും കുറച്ച് ആക്ഷൻസ് ഉണ്ട്. ഇതാണ് യൂഷ്വൽ സൈക്കിള്. അപ്പോൾ ഈ ചിന്തകൾ വരുന്നതിനൊരു സോഴ്സ് ഉണ്ട്. ഈ സോഴ്സ് എന്തെന്നാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഇംപ്രഷൻസാണ്. അത് ജീവിതത്തിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുള്ളതാണ്. പല ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓരോ ഇൻസിഡൻറ്റിൻ്റെയും നമ്മുടെ ഓർമ്മകൾ ഈ ഇംപ്രഷനിൽ വരും. അത് നമുക്ക് സ്പ്രൗട്ട് ചെയ്ത് ചിലപ്പോൾ അതൊരു ഭീതിയായി മാറാം, ചിലപ്പോൾ ഒരു ആഗ്രഹമായി മാറാം. അത് ഏതെങ്കിലുമൊക്കെ ലെവൽ ഇൻസെക്യൂരിറ്റി ആവാം, എന്ത് വേണമെങ്കിൽ ആവാം, കോംപ്ലക്സും ആവാം. അപ്പോൾ അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇത് വിറ്റ്നസ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഇതേപോലെ ഒരു ഭീതി വരുന്നു, ആ ഭീതിയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക, അതങ്ങ് അലിഞ്ഞു പോകും. അങ്ങനെ ഒരു സെൽഫ് കണക്ഷൻ, ഒരു സെൽഫ് റെഗുലേഷൻ, ഇതാണ് രാജയോഗ പാത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഡിപ്രീഡ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാറുള്ളത് അവോയ്ഡ് ഇൻടോക്സിക്കേഷൻ. കാരണം ബി ഫുള്ളി കോൺഷ്യസ്, നമ്മൾ ബി ഫുള്ളി അവെയർ. അതിന് തന്നെ ഒരു വീര്യമുണ്ട്, അതിൻ്റെ ഒരു ഊർജ്ജമുണ്ട്, അതിനൊരു ലഹരിയുണ്ട്. നമ്മൾ ഫുള്ളി അവെയർ ആയിട്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യം മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്ത് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റും. ഇതൊന്നും റോക്കറ്റ് സയൻസ് അല്ല, ഇതെല്ലാം ഊർജ്ജം റിലേറ്റഡാണ്, എനർജി റിലേറ്റഡാണ്. അപ്പോൾ നമ്മൾ ഇതിനുകൊണ്ട് ഞാൻ ഈ റീഡിഫൈൻ ചെയ്തു രാജയോഗ പാത്ത്. അത് ഞാൻ 2 പ്രോഗ്രാമാക്കി മാറ്റി. ഒന്ന് എംപവേർഡ് എന്ന് പറഞ്ഞൊരു സീരീസ്, എംപവർ എന്ന് പറഞ്ഞാൽ സെൽഫ് എംപവർമെൻറ്റ് സീരീസ് ആക്കിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ബിയോണ്ട് എംപവേർഡ് എന്ന് പറഞ്ഞ ഒരു കാര്യവും ചെയ്തു. ഇപ്പോൾ ഒരു മാസം മുന്നേ. ഇതെല്ലാം ഇതിൻ്റെ കണക്ഷനാണ്. സോ ടു ടേക്ക് പീപ്പിൾ ടു വെരി ഡീപ്പ് ലെവൽസ് ഓഫ് അവെയർനെസ് ആൻഡ് സെൽഫ് സഫിഷ്യൻറ്റ്. ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. പക്ഷെ നിങ്ങളെ ഫോളോ ചെയ്തിട്ടില്ല, നിങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ജീവിതം തന്നെ വേസ്റ്റ് ആവും. കാരണം പലപ്പോഴും എല്ലാവരും പുറത്തുള്ള ഒരു ലോകമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് തിരക്ക്. നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല, നമ്മളായിട്ട് സെൽഫ് കണക്ഷൻ തന്നെ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് സെൻസറി പ്ലഷേഴ്സ് റിലേറ്റഡാണ്, കണ്ണ്, മൂക്ക്. പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല. ഒരു സൈറ്റ് പോലും, ഒരു കാഴ്ച പോലും ശാശ്വതമല്ല, ഒരു ശബ്ദം ശാശ്വതമല്ല, ടേസ്റ്റ്, ടച്ച് ഒന്നും ശാശ്വതമല്ല. ഇതിൻ്റെ മുകളിൽ കിടന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ സംതൃപ്തി എന്ന് പറയുന്നത്. സംതൃപ്തി പോലും നമുക്ക് ശാശ്വതമല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ സെൽഫ് കണക്ഷനാണ്. എല്ലാത്തിലും നമുക്കൊരു വലിയ ലെവലിൽ സംതൃപ്തി വരും. അതിന് ഇപ്പോൾ കണ്ണിൽ നമ്മൾ നോക്കണം ഒരു കാഴ്ച, ആ കാഴ്ചയുടെ കൂടെ മനസ്സിലേയും കാണാൻ പറ്റില്ലല്ലോ. മനസ്സും കണ്ണും ചേരുമ്പോഴേ നമുക്കൊരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. മനസ്സും ചെവിയും ചേരുമ്പോഴേ നമ്മളൊരു പാട്ട് അല്ലെങ്കിൽ ഒരു ശബ്ദം ആസ്വദിക്കുകയുള്ളൂ. മനസ്സ് നാവിൻ്റെ കൂടെ ഉണ്ടെങ്കിലേ നമ്മളൊരു സ്വാദം ആസ്വദിക്കുകയുള്ളൂ. അപ്പോൾ ഈ മനസ്സിനെ സ്റ്റഡിയാക്കി നിർത്തുന്നതിന് ഒരു വലിയ പങ്കുണ്ട്. ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. ആ കോൺസെൻട്രേഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നത് മോഹൻജി ഫൗണ്ടേഷൻ വഴി. പിന്നെ നമ്മുടെ ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്, റിട്രീറ്റ്സ് ഉണ്ട്, പല സ്ഥലത്ത് പലരും ചെയ്യുന്നുണ്ട്.
ഇതെല്ലാം ഉണ്ട്. ഒരുപാട് ട്രാവൽ ചെയ്തിരുന്നു ഒരു സമയത്ത്. ഇപ്പം ഞാൻ അത് കുറച്ചു. ഇപ്പം ഞാനത് ഒന്ന് റീഫോക്കസ് ചെയ്യാം. കുറച്ചുകൂടെ ഭൂമിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ്. അതായിരുന്നു ഞാൻ ആക്ച്വലി ചോദിക്കാൻ ഉദ്ദേശിച്ചത്. മോഹൻജി ഫൗണ്ടേഷന്റെ ഇപ്പോൾ പറഞ്ഞു വെച്ച ആക്ടിവിറ്റീസ് എല്ലാവരും ബോധേഡാണ്. ഇനി മറ്റ് ഭൂമിക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റീസിലേക്ക് പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ നടപ്പിലാക്കുന്നു. അവിടെ ആ ചോദ്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ശരി. ഇപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത്, ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സബ്ജക്റ്റ്, വേൾഡ് ട്രൈബൽ അലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. അത് ലണ്ടൻ ബേസ്ഡ് ആണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലോകത്തിലെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റിയെ ഒന്നിച്ചു ചേർക്കുക ഫോർ ദ സേക്ക് ഓഫ് പ്രിസർവേഷൻ. അത് പരിപാലിക്കാനും സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നേച്ചറിനെ, പ്രകൃതിയെ. അപ്പോൾ ഈ തോട്ട് വരാൻ കാരണം നമുക്കൊരു ലാൻഡ് ഉണ്ട് ഓസ്ട്രേലിയയിൽ. ആ ഓസ്ട്രേലിയയിൽ ആ ലാൻഡിന് ചുറ്റും ഫോറസ്റ്റാണ്. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു കൺട്രോൾഡ് ഫോറസ്റ്റ് ഫയർ നടത്താൻ പറഞ്ഞു. അതായത് ഫോറസ്റ്റ് ഫയർ അപ്പോൾ അത് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തീ പിടിക്കില്ല. അവിടെ ഒരുപാട് തീപിടുത്തത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല. എന്താ കാരണം വെച്ചാൽ ആ കാട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അവരൊക്കെ ചത്തു. അപ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അന്നാണ് എനിക്ക് ആ തോട്ട് വന്നത്. അപ്പോൾ ഈ കാടുമായി ചേർന്ന് ജീവിക്കുന്ന ആൾക്കാരൊക്കെ തീയിടാണ്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. എല്ലാ ട്രൈബൽ ആൾക്കാരും അവർ ഫോറസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും വളരെയധികം സങ്കീർണമായിട്ടൊരു ജീവിതം അത്. അതായത് ഒന്നും കൺട്രോളില്ല, നേച്ചറിൻ്റെ അടിയിലാണ്, ഉള്ളിലാണ്. അതേ സമയത്ത് പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചുറ്റുപാടുണ്ട്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, ആനിമൽ അറ്റാക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള. പക്ഷേ എങ്കിലും അവർ അതിൻ്റെ ലെവലിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, സന്തുലിതാവസ്ഥയുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവരെ കൂട്ടിച്ചേർക്കണം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എനിക്കൊരു ഓർഗനൈസേഷൻ ആക്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു. ആക്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ചാരിറ്റിയാണ്. ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, ഹെൽത്ത് കെയർ മുതലായ കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ആക്ട് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ ഈ ആമസോൺ ഫോറസ്റ്റ്, പിന്നെ കൊളംബിയൻ ജംഗിൾസ്, അതേപോലെ സുളു ട്രൈബായിട്ട് മറ്റേ ആഫ്രിക്കയിൽ ലാർജസ്റ്റ് ട്രൈബ്, ഇതെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് കുറേ കൊല്ലമായിട്ട്. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്നിച്ച് ചേർത്തു. അങ്ങനെ ഒരു വലിയൊരു ട്രൈബൽ യൂണിയൻ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അലാസ്കൻ ട്രൈബ്സ് ഉണ്ട്, ഹവായി ഉണ്ട്, ന്യൂസിലൻഡ്. ഇന്ത്യയിൽ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ ഞാനത് ഉണ്ടായിട്ടില്ല അങ്ങനത്തെ ലെവലിൽ. പക്ഷേ അതും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ കേപ്പ് ടൗണിൽ ഒരു ട്രൈബൽ യൂണിയൻ മീറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് നവംബറിൽ. അപ്പോൾ അതിനെനിക്ക് ഒരു ഇൻസ്പിറേഷനും കൂടിയുണ്ട്. ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു സംവിധായകനുണ്ട്, ക്രെയ്ഗ് ഫോസ്റ്റർ, ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയിട്ടുണ്ട് മൈ ഒക്ടോബസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു വൈ നോട്ട് യു ഡു ഇറ്റ് ഇൻ കേപ്പ് ടൗൺ. എന്തുകൊണ്ട് കേപ്പ് ടൗണിൽ ചെയ്തുകൂടാ, കാരണം അത് ക്രാഡിൽ ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനത് എനിക്ക് വളരെ നന്നായി തോന്നി, കാരണം അത് ശരിയാണ്. കാരണം നമ്മൾ മനുഷ്യർ കുലം പിറന്ന സ്ഥലത്ത് തന്നെയല്ലേ ഇത് കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ അവിടെ ഗവൺമെൻറ്റിന് മിനിസ്റ്ററായിട്ട് സംസാരിച്ചു. അപ്പോൾ മിനിസ്റ്റർ എന്നോട് ചോദിച്ചു എന്തിനാണ് WTA. അപ്പം ഞാൻ പറഞ്ഞു പ്രിസർവേഷൻ, സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോണത്. അപ്പം ഞാൻ പറഞ്ഞു നേച്ചറും കൾച്ചറും. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇൻഡിജിനസ് കൾച്ചർ, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്, നേച്ചറുണ്ട്. കാരണം ഈ ക്രെയ്ഗ് എന്നെയും കൊണ്ടിട്ട് ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിൽ കേപ്പ് ടൗണിൽ ഞങ്ങൾ ഈ മറ്റേ ട്രെയിൽ ഹണ്ടിങ്ങിന് പോയി. അതായത് ഭൂമിയിലത്തെ പാദങ്ങൾ പല പാദസ്പർശം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അത് നോക്കിയിട്ട് ഏത് മൃഗമാണ് എപ്പോഴാണ് പോയത്, അതിലെ ഏത് വഴിക്കാണ് പോയത്, ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും അതിൽ നിന്ന് കാണാം, പാദങ്ങളുടെ ഫുട് പ്രിൻറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ ക്രെയ്ഗിന് നല്ല നോളജ് ഉണ്ട്, കാരണം അദ്ദേഹം കലഹാരി ട്രൈബിൻ്റെ കൂടെയൊക്കെ താമസിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഇതിൻ്റെ ഒക്കെ ഉണ്ടായി. അപ്പോൾ ഒരുപാട് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നേച്ചറുമായി ചേർന്ന് നിൽക്കുന്ന നോളജ് ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ അത് കൂട്ടിച്ചേർക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് പിന്നീട് അതിൻ്റെ ഡെപ്ത് കൂടി, കാരണം ഞാനിപ്പം അലാസ്കയിലെ ഒരു ട്രൈബൽ ഹെഡായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ചില ഫിലോസഫി, ചില കാര്യങ്ങൾ, ഭൂമിയുടെ ഗതി അല്ലെങ്കിൽ ഫ്രീക്വൻസികൾ, ഇതെല്ലാം ഫ്രീക്വൻസി അല്ലേ, ഫ്രീക്വൻസി എങ്ങനെ പോണു, ഒരു യുദ്ധത്തിൻ്റെ ഫ്രീക്വൻസിയിലാണ് നമ്മളിപ്പോൾ പോണത്. അത് എങ്ങനെ എന്തുകൊണ്ട് അത് മനുഷ്യകുലത്തിന് തന്നെ നാശമാണ്, ഇങ്ങനത്തെ പല വിസ്ഡമും വരുന്നുണ്ട്, വളരെയധികം അറിവ് ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവരെ കൂട്ടിച്ചേർക്കലാണ് ഇപ്പോൾ എൻ്റെ മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റ്. അത് ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ ഗവൺമെൻറ് ഉണ്ട്, നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഐ എം ദ ഫൗണ്ടർ. ഈ ഐഡിയ ഫൗണ്ട് ചെയ്തത് ഞാനാണ്. പക്ഷെ അത് 100% റൺ ചെയ്യണം ഞാനൊന്നുമല്ല. യുണൈറ്റഡ് നേഷൻസിൻ്റെ
ഇൻഡിജിനസ് റെപ്രസെൻറ്റേറ്റീവ് പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പലരും ഉണ്ട് അതിൽ. ഈ തിരുവണ്ണാമലയിൽ വർഷങ്ങളായി നീണ്ടുവരുന്നൊരു അന്നദാനമുണ്ട്. ആ, എന്തുകൊണ്ടാണ് തിരുവണ്ണാമല സെലക്ട് ചെയ്തത്? അന്നദാനം തിരുവണ്ണാമല മാത്രമല്ല, തിരുവണ്ണാമലയിൽ എനിക്കൊരു സീനിയർ ഹോമുണ്ട്. ഓക്കെ. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ 2015 തോന്നുന്നു, ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പ്രവർത്തന മേഖല ഇന്ത്യക്ക് പുറത്തായിരുന്നു കൂടുതൽ. അപ്പോൾ തിരുവണ്ണാമല പോയപ്പോൾ ഒരു വ്യക്തി എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് ആ സ്ഥലത്ത് മുഴുവൻ ഒരു രമണൻ എന്ന് പറഞ്ഞൊരാൾ, രമണ മഹർഷി, മഹർഷിയല്ല, അല്ല, ഇപ്പം ജീവിച്ച്. അതെ, അദ്ദേഹത്തിൻ്റെ പേരും രമണൻ തന്നെ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. അദ്ദേഹം 2015 കണ്ടതാണ്. അദ്ദേഹം ഈ അനാഥരായ ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധന്മാരെയാ നോക്കണേ. ഓക്കെ. അപ്പോൾ ഒരു ടെൻറ്റ് പോലെ കെട്ടിയിട്ട് അതിലൊരു 60 പേരുണ്ടായിരുന്നു വൃദ്ധർ. അപ്പോൾ അവർ അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് പോയ മക്കളുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഇവർക്ക് പലർക്കും ഓർമ്മയില്ല എവിടെ നിന്നാണ് വന്നതെന്ന്. അവർ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. കാരണം നമ്മളെപ്പോഴും, ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മുടെ പാരൻസും നമ്മുടെ ഗ്രാൻഡ് പാരൻസും എല്ലാവരും നമ്മുടെ പരമ്പരയുടെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ നമ്മൾ പരമ്പരയെ നോക്കുന്നതിന് ഇവരെ നോക്കണം. ഇവരെ നോക്കിയാലേ പരമ്പരയോടുള്ള റെസ്പെക്റ്റ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് വെച്ച് പൊട്ടി വന്നതല്ലല്ലോ. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അവർക്ക് പാരൻസ് ഉണ്ട്, അങ്ങനെയല്ലേ വന്നത്. അപ്പം നമ്മൾ അവരോടുള്ള റെസ്പെക്റ്റ് എപ്പോഴും വേണം, നിലനിർത്തണം. എങ്ങനെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്താലും വിരോധമില്ല. നമ്മൾക്ക് ചെയ്യാനുള്ളത് ധാർമ്മിക ആയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമമാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, നമുക്ക് അപ്പോൾ അവിടെ ഈ സ്ഥലം, ഇവർ നിൽക്കുന്ന സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണ്. അപ്പോൾ ഗവൺമെൻറ് ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുക ഇവിടുന്ന് പോകണമെന്ന്. അപ്പോൾ ഈ രമണന് പൈസയൊന്നുമില്ല, അയാൾ ഉള്ളത് വെച്ചിട്ട് പലരുടെയും കോൺട്രിബ്യൂഷനിൽ നടത്തണേ. പിന്നെ ആൾക്കാർ അസുഖമാവും, മരിക്കും ഒക്കെ ഉണ്ടല്ലോ, പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അന്ന് എൻ്റെ അടുത്തും പൈസയില്ല. ഉള്ള പൈസ കൊണ്ട് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ചു. അവിടെയാണ് ഇപ്പോൾ സീനിയർ ഹോം ഉള്ളത്. അത് ഈ വയസ്സായ ആൾക്കാർ തന്നെയാണ് അവിടെ നോക്കണേ. അവർക്ക് ആരും ഇല്ലാത്തവരാണ്. ഇപ്പം അവർക്ക് എന്തെങ്കിലും പറ്റി, ഇപ്പോൾ വീട് അറിയാൻ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവർ റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ. വേണ്ട, അവരെ ഉപേക്ഷിക്കണം. അപ്പം നമ്മളത് ചെയ്യുന്നുണ്ട്. അവിടെ അന്നദാനം റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ഇത് അകത്ത് ഈ സീനിയർ ഹോമിലും പുറത്തും ചെയ്യുന്നുണ്ട്. അതേപോലെ കാശിയിൽ ചെയ്യുന്നുണ്ട്. ജൂന അഖാഡയായി ചേർന്ന് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അമ്മു കെയർ അന്നദാനം എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ കുറേ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ റെഗുലർ അന്നദാനം ഉണ്ട്. അതെല്ലാം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ അതിലേക്കുള്ള ചോദ്യം, 1-2 ആചാര്യന്മാരോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, നോക്കൂ, ഇന്ന് ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഈ അവസ്ഥ അവരുടെ പൂർവ്വജന്മ പാപങ്ങളുടെ കർമ്മഫലമാണ്. ആ കർമ്മഫലത്തിലേക്ക് നമ്മൾ ഇടപെടാൻ പോയാൽ അത് നമ്മൾക്കും അത് ബാധിക്കും. ഒരു വിഭാഗം ആളുകൾ ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങേപോലെ ഒരു ഗുരുവിന്, ആചാര്യന് അത് ചെയ്യാം, ഒരു സാധാരണക്കാരൻ അത് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കർമ്മഫലങ്ങളെ ഇത് ബാധിക്കുന്നതാണോ? അല്ലെങ്കിൽ ഈ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ എന്ന് പറയുന്നത് ഉള്ളതാണ്? ജീവിതത്തിൽ ലൈഫ് കണ്ടിന്യൂസ് ആണ്. ലൈഫിന് കണ്ടിന്യൂറ്റി ഉണ്ട്. എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാൻ എത്തീസത്തിൽ നിന്ന് തുടങ്ങിയ ആളാണ്. എൻ്റെ യൂത്ത് ടൈമിലൊക്കെ ഐ വാസ് എൻ എത്തീസ്റ്റ്. എനിക്ക് ദൈവവിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ ഓരോ അനുഭവങ്ങളിൽ കൂടെ ഇങ്ങനെ എത്തിയതാണ് ഇങ്ങനെ. അപ്പോൾ മരണം ഉള്ളത് ജനനത്തിനേ ഉള്ളൂ, ലൈഫിന് മരണമില്ല. അതായത് ജീവിതത്തിന്. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, എനർജി ആണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ റൺ ചെയ്യണേ. നമ്മൾ 2 പാർട്ടാക്കി എടുത്തു നോക്കും നമ്മുടെ ജീവിതത്തിന്, 2 ഭാഗമായിട്ട്. ആദ്യത്തെ ഭാഗത്തിൽ ശരീരം, അതിൻ്റെ കൂടെ നിൽക്കുന്ന മനസ്സ്, ബുദ്ധി, കാര്യങ്ങളൊക്കെ. മറ്റേ സൈഡിൽ ഇതിനെ ചലിപ്പിക്കുന്ന ഊർജം. ഈ ഊർജത്തിന് നാശമില്ല. കാരണം ആ ഊർജം നമ്മുടെ ഇതിപ്പോൾ ശരീരം എന്ന് പറഞ്ഞാൽ മാറ്ററാണല്ലോ. അത് മാറ്ററാണ്. മാറ്ററിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഈ മനസ്സും. അത് പ്രോസസ്സേഴ്സാണ്. മനസ്സ് എന്താ പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ വികാരങ്ങളാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ബുദ്ധി പ്രോസസ്സ് ചെയ്യുന്നത് ചിന്തകൾ, ഇൻഫർമേഷൻ, അതായത് അറിവും. അത് ഇൻഫർമേഷനാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴേ അത് നോളജ് ആവണുള്ളൂ. ആ നോളജ് അനുഭവിക്കുമ്പോഴേ വിസ്ഡം ആവണുള്ളൂ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഊർജ്ജമാണ്. ഈ ഊർജ്ജം ഇല്ലെങ്കിൽ ഇത് ഇല്ലാണ്ടായി. അപ്പോൾ ആ ഊർജ്ജവും പിന്നെ മാറ്ററും കൂടി ചേരുമ്പോൾ മാത്രമേ ജീവിതമുള്ളൂ. അത് താൽക്കാലികമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം എടുക്കുകയാണെങ്കിൽ 35,000 ദിവസം ഈ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ, അത് കഴിഞ്ഞാൽ ഈ ശരീരം വിടും. പക്ഷെ കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമ്മുടെ വാസനകൾ നോക്കി അറിയാം. ഇപ്പോൾ 9 ബില്യൺ, അപ്രോക്സിമേറ്റ്ലി 9 ബില്യൺ ആൾക്കാർ ലോകത്തുണ്ട്. ഈ 9 ബില്യൺ ആൾക്കാർക്കും വിവിധമായിട്ടുള്ള വാസനകളുണ്ട്.
അവർക്ക് ആഗ്രഹങ്ങൾ വ്യത്യാസമുണ്ട്, എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ എനിക്ക് അതാണ് ഇപ്പോൾ ഭൂമിയിൽ എന്തിനാ തിരിച്ചു വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഇവിടെയാണ് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളുള്ളത്. ആഗ്രഹങ്ങൾ ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ചാണ്. പക്ഷേ ഭൂമി മാത്രമല്ല ഒരു എക്സിസ്റ്റൻസ് പ്ലെയിൻ ഉള്ളത്, പല എക്സിസ്റ്റൻസ് പ്ലെയിനും ഉണ്ട്. അത് നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ അതിനോട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾ തിരിച്ച് വരും. അപ്പോൾ ശരീരം മാറിക്കൊണ്ടിരിക്കുമെങ്കിലും ലൈഫ് കണ്ടിന്യൂസ് ആണ്. മരണവും ഉള്ളത് ജനനത്തിന് മാത്രമേ ഉള്ളൂ.